നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ 7 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള ഗെയിമുകളിൽ നിന്നും വ്യത്യസ്തമായി ശരിക്കുള്ള ഫൈറ്റ് നടന്നൊരു ഗെയിമായിരുന്നു ഇത്. രണ്ടുപേരും ജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഗെയിമിൽ ഇറങ്ങിയിരിക്കുന്നത്. ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഈ ഗെയിമിൽ ഗുഗേഷ് വൈറ്റ് സൈഡും ഡെംഗ്ലറൻ ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മുടെ 3ാമത്തെ ഗീവ് എവേയുടെ വിന്നറെ തിരഞ്ഞെടുത്തിരുന്നു. ഇന്ന് മുതൽ 4ാമത്തെ ഗീവ് എവേ ആരംഭിക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നതിനായിട്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ അയച്ചു കൊടുത്താൽ മതി. ഞായറാഴ്ച വരെയാണ് ഈ ഗീവ് എവേയുടെ സമയം. പിന്നെ ഇപ്പോൾ സമ്മാനം കിട്ടിയവർ ഇനി പങ്കെടുക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കിനി ഗെയിമിലേക്ക് പോവാം. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് G3 മൂവ് ചെയ്യുന്നു. കിങ്സിൻ്റെ അറ്റാക്കാണ്. ഇനി ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്ത ശേഷം വേഗത്തിൽ കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്കും സെയിം ഉദ്ദേശത്തോടെയാണ് കളിക്കുന്നത്. G6 മൂവ് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. ആദ്യം D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. D4 മൂവ് കൊണ്ട് ബ്ലാക്കിന്റെ പോൺ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ക്വീൻ വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ആ പോണിനെ തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. C6 മൂവ് കൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ്സ് എല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ഗുഗേഷ് റൂക്കിനെ സെന്ററിലേക്ക് കൊണ്ടുവരാണ്. റൂക്കിനെ E1 കൊണ്ടുവരുന്നു. ഇതുവരെയുള്ള മൂവുകൾ രണ്ടുപേരും വളരെ വേഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും മൂവുകൾ ചെയ്യുന്നതിന് ഗുഗേഷ് ഇവിടെ ഏകദേശം 2 മിനിറ്റുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡിംഗ്ലറനും 5 മിനിറ്റിന് താഴെ എടുത്തിട്ടുള്ളൂ. എന്നാൽ ഡിംഗ്ലറൻ ഇവിടെ വളരെയധികം ആലോചിച്ച ശേഷമാണ് അടുത്ത മൂവ് ചെയ്യുന്നത്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ഗുഗേഷ് E4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഗുഗേഷ് ഇപ്പോൾ ഒരു പോൺ ഡൗൺ ആണ്. ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ പോൺ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിനെ ഇപ്പോൾ വേണമെങ്കിൽ B5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം C5 മൂവ് ചെയ്തുകൊണ്ട് D4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് പോൺ എടുക്കാം. അല്ലാതെ പോൺ വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ആ പോണിനെ തിരിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. D5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഇവിടെ ബ്ലാക്ക് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യാണ്. E6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോൺ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോഴും പോൺ വെച്ച് പോണിട്ടുണ്ടെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ C4 പോണിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ആദ്യം ഈ ബിഷപ്പിനോട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. H3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് പോണുകൾ കൂടെ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും ബ്ലാക്കിനെ ഇപ്പോൾ നൈറ്റ് വെച്ച് വെട്ടിയെടുക്കുന്നത് നല്ല മൂവല്ല. അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ വൈറ്റ് നൈറ്റ് വെച്ച് ഈ C4 പോൺ എടുക്കുമ്പോൾ ആ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വരും. B7 അറ്റാക്ക് വരും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ നൈറ്റിനെ കണ്ടെങ്കിലും മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ ഇടുന്നില്ല. അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ആണ്. നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് ബ്ലാക്കിന്റെ പോൺ എടുക്കുന്നു. ഇതോടെ രണ്ടുപേർക്കും കാര്യങ്ങളുടെ നില തുല്യമായിട്ടുണ്ട്. ബ്ലാക്ക് വേഗം തന്നെ വൈറ്റിന്റെ ഈ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ്. B5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ A3 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിനെ പോലാണെങ്കിൽ പോൺ വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ ഇവിടെ ക്വീനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യാനാണ് ബ്ലാക്ക് ശ്രമിക്കുന്നത്. അതിനായിട്ട് ക്വീനെ B6 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F4 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ E1 കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനായിട്ടാണെങ്കിൽ അടുത്ത റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ E5 പൂർണ്ണമായും ബ്ലാക്കിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ D2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത റൂക്കിനെ D8 കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ C2 കൊണ്ടുവരുന്നു. ബ്ലാക്കും നൈറ്റിനെ F8 മൂവ് ചെയ്യുന്നു. വൈറ്റ് B4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് D5 പോണിന് ഒരു സപ്പോർട്ട് കൊണ്ടുവരാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ B4 മൂവ് ചെയ്തതോടെ ഇവിടെ ബ്ലാക്കിൻ്റെ അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ നൈറ്റിനെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്ക് എടുക്കാനും അവസരമുണ്ട്. ബ്ലാക്ക് അങ്ങനെ ഒരു അറ്റാക്ക് കൊടുത്താൽ എന്തൊക്കെ സംഭവിക്കും നോക്കാം. ഇപ്പോൾ നൈറ്റിനെ E4 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്കും. ഈ ഇവാലുവേഷൻ ബാർ നമുക്കൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗെയിമിൻ്റെ സസ്പെൻസ് നിലനിർത്താനോ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല. എന്തായാലും ബ്ലാക്കിൻ്റെ ഈ അറ്റാക്ക് അത്ര സ്ട്രോങ് അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇങ്ങനെ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ വൈറ്റിന് ആദ്യം റൂക്ക് വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ആ ക്വീനെതിരെയുള്ള അറ്റാക്ക് ഒഴിവാക്കാം. ബ്ലാക്ക് റൂക്ക് വെച്ച് റൂക്കിനായിട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടാം. അതിനുശേഷം
ബിഷപ്പ് വെച്ച് റൂക്കിന് വിട്ടെടുത്താലും പ്രശ്നമില്ല. വൈറ്റിന് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഒരു റൂക്കിന് പകരമായിട്ട് വൈറ്റിന് 2 ബിഷപ്പുണ്ട്. നമുക്ക് ഗെയിമിലേക്ക് വരാം. ബ്ലാക്ക് എന്തായാലും അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല. എന്നാൽ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നൈറ്റിനെ ആക്റ്റീവ് ആക്കാനുള്ള അവസരവും കൊടുക്കുന്നില്ല. പകരം C4 മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ പോൺ ഒരു പാസ്ഡ് പോണായി മാറിയിട്ടുണ്ട്. ആ പോണിന് പോണിൻ്റെ സപ്പോർട്ടും ഉണ്ട്. വൈറ്റ് ബിഷപ്പിനെ E3ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ A6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി വേണമെങ്കിൽ ബ്ലാക്കിന് നേരത്തെ കണ്ട ആ അറ്റാക്കിലേക്ക് പോകാൻ അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു റൂക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കുന്നു. വൈറ്റിനിപ്പോൾ ഈ റൂക്കിനെ തിരിച്ചെടുക്കാനായിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിവിന് വെച്ച് വെട്ടാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് വെട്ടാം, അതുമല്ലെങ്കിൽ റൂക്ക് വെച്ചിട്ട് എടുക്കുക. ഗുഗേഷ് ഇവിടെ വളരെ മികച്ച രീതിയിൽ ബ്ലാക്കിൻ്റെ ക്വീനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കരുക്കൾ ഉപയോഗിച്ചും റൂക്കിനെ എടുക്കുന്നില്ല. പകരം റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ എടുക്കുന്നു. ഇതോടെ ഈ A2ലെ പോണിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. ബ്ലാക്ക് ആ പോണിനെ എടുക്കുകയാണ്. ക്വീൻ ഉപയോഗിച്ച് A2ലെ പോണിനെ എടുക്കുന്നു. ഇതോടെ ഗുഗേഷ് ആ ക്വീനെതിരുള്ള അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. റൂക്കിനെ A1ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ക്വീന് സേഫായിട്ട് പോകാൻ ഒരേ ഒരു സ്ക്വയറേ ഉള്ളൂ. ക്വീനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെ B3ലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം C3 മൂവ് കൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്കുന്നതോടൊപ്പം ആ ലാഭം കിട്ടിയ പോണിനെ തിരിച്ചു കൊടുക്കുന്നതായിരുന്നു ബ്ലാക്കിൻ്റെ നല്ല മൂവ്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോൺ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീനെ C4ലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ക്വീന് സേഫായിട്ട് പോകാൻ ഒരുപാട് സ്ക്വയറുകളുണ്ട്. അല്ലാതെ ക്വീന് വെച്ചാണ് പോൺ എടുക്കുന്നതെങ്കിൽ ആദ്യം നൈറ്റ് വെച്ച് D5ലെ പോൺ എടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്കും ബിഷപ്പിനെതിരെ ഡിസ്കവർ അറ്റാക്കും കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് വെച്ച് നൈറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കൊണ്ട് ആ ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കാം. വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് തിരിച്ചു വിട്ടുകയാണെങ്കിൽ ക്വീൻ വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ആ ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ഇങ്ങനൊരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാം. അല്ലാതെ വൈറ്റ് ഇപ്പോൾ ആ നഷ്ടപ്പെട്ട പോണിനെ കൂടെ നേടിയെടുക്കാനായിട്ട് ബിഷപ്പ് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ക്വീൻ വെച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഇടുമ്പോൾ വീണ്ടും കരുക്കളുടെ നില തുല്യമാവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഡിംഗ്ലറിന് എന്തായാലും ഈ പാസ്ഡ് പോണിനെ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. അതുകൊണ്ട് ക്വീനെ B3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യാണ്. റൂക്കിനെ A3ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ B1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിനിപ്പോഴും ഒരു പോൺ കുറവാണ്. എന്നാൽ ഈ A7 സ്കോറിലേക്ക് 2 പീസുകൾ വെച്ച അറ്റാക്കുള്ളതുകൊണ്ട് ആ പോണിനെ നേടിയെടുക്കാൻ അവസരമുണ്ട്. ബ്ലാക്ക് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ D7ലേക്ക് കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ A5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ അടുത്ത പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ B3ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. വൈറ്റിന് വേണമെങ്കിൽ റൂക്ക് വെച്ച് പോണിട്ടുകൊണ്ട് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാം. എന്നാൽ ഗുഗേഷ് വീണ്ടും ആ ക്വീനെ അറ്റാക്ക് ചെയ്യാണ്. റൂക്കിനെ A3ലേക്ക് കൊണ്ടുവന്ന് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ B1ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. മൂവുകൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. വൈറ്റ് റൂക്കിനെ A5ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ആ പോണിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ B3ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇനിയും മൂവുകൾ ആവർത്തിച്ചാൽ ഇതൊരു സമനിലയിലേക്ക് പോകും. അതുകൊണ്ട് ഗുഗേഷ് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുകയാണ്. റൂക്ക് ഉപയോഗിച്ച് B5ലെ പോണിനെ എടുക്കുന്നു. ഇവിടെ ഡിംഗ്ലറിൻ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ക്വീനെ D3ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വിട്ടുന്നതോടെ ബ്ലാക്കിൻ്റെ പാസ്ഡ് പോൺ വളരെ സ്ട്രോങ് ആയിട്ട് മാറാം. ഇവിടെ ഇപ്പോൾ നൈറ്റിന് ക്വീൻ്റെ സപ്പോർട്ടുണ്ട്. ആ ക്വീന് ബിഷപ്പ് വെച്ചൊരു സപ്പോർട്ട് കൊടുക്കുന്നതായിരുന്നു വൈറ്റിൻ്റെ നല്ല മൂവ്. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ ആ ക്വീനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ F4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. അതൊരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫറാണ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബ്ലാക്ക് ക്വീനെ വെച്ച് നൈറ്റിനെ ഇട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിന് ക്വീൻ്റെ സപ്പോർട്ടുണ്ട്. ബ്ലാക്ക് ആ ബിഷപ്പിനുള്ള സപ്പോർട്ട് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ F5ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇതൊരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫറാണ്. വൈറ്റിനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബിഷപ്പിനെ G5ലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെ സപ്പോർട്ട് ചെയ്താൽ മതി. എന്നാൽ ഗുഗേഷ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ക്വീന് വെച്ച് ക്വീൻ ഇട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. അതിനുശേഷം ആ ബിഷപ്പ് കൂടെ എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഇട്ടുന്നു. ബ്ലാക്ക് കിങ് വെച്ച് തിരിച്ചിട്ടുന്നു. അതിനുശേഷം റൂക്കിനെ C5ലേക്ക് കൊണ്ടുവന്ന് ഈ പാസ്ഡ് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് യാതൊരു ഓപ്ഷനും ഇല്ല.
അതുകൊണ്ട് നൈറ്റിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാണ്. നൈറ്റിനെ G6 കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്ക് വെച്ച് C4 പോണെ വിട്ടെടുക്കുന്നു. ഇതോടെ എൻ്റെ ഗെയിമിൽ ഗുഗേഷിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോൺ ലാഭം കിട്ടിയിട്ടുണ്ട്. അതും ബ്ലാക്കിനോട്ട് നഷ്ടപ്പെട്ടത് ഒരു പാസ്ഡ് പോണാണ്. ഇനി ഗെയിമിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ബ്ലാക്ക് നൈറ്റിനെ E5 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ D4 കൊണ്ടുവന്ന് D5 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ റൂക്ക് വെച്ച് പോണിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താലും ആ പോണ് നേടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നൈറ്റിനെ C6 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ F4 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ അടുത്ത പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ പോൺ അറ്റാക്കിലുമായിട്ടുണ്ട്. വൈറ്റിൻ്റെ പോണിന് ബിഷപ്പിൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഇംഗ്ലണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കുകയാണ്. നൈറ്റിനെ E7 മൂവ് ചെയ്തുകൊണ്ട് അറ്റാക്കിലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കും കൊടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ടെന്ന് കരുതി വൈറ്റിന് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ പോണിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എന്തായാലും റൂക്ക് വെച്ച് ആ പോണിനെ എടുക്കില്ല. എന്നാൽ നൈറ്റ് വെച്ച് വിട്ടെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ഈ F5 പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. ഇവിടെ വൈറ്റ് അടുത്ത പോണിന് മുന്നോട്ടുണ്ടായാണ് B5 മൂവ് ചെയ്യുന്നു. D5 പോണിനെതിരെ ഇപ്പോഴും 2 പീസുകൾ വെച്ച് അറ്റാക്കുണ്ട്. ബ്ലാക്ക് ആ സ്കോറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ F6 മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ D4 കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ F1 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ E5 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ D5 പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് ആയിട്ടുണ്ട്. വൈറ്റ് റൂക്കിനെ H4 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് പോണിട്ടുന്നു. വൈറ്റും റൂക്ക് വെച്ച് ബ്ലാക്കിൻ്റെ പോണിനെടുക്കുന്നു. വൈറ്റിന് ഇപ്പോഴും ഒരു എക്സ്ട്രാ പോണുണ്ട്. ബ്ലാക്ക് ആ പോണെ ടാർഗറ്റ് ചെയ്യാണ്. നൈറ്റിനെ C3 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഗുഗേഷ് ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം റൂക്കിനെ C6 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോണെടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ആ നൈറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റ് വെച്ച് പോണിട്ടുന്നില്ല. പകരം നൈറ്റിനെ E4 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇനി ഒരു ഫോർക്കും ചെക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ആ ബിഷപ്പിനെ സപ്പോർട്ട് കൊണ്ട് കിങ്ങിനെ E2 കൊണ്ടുവരുന്നായിരുന്നു കുറച്ചൊരു നല്ല മൂവ്. ആ സമയത്ത് ഇങ്ങനെ റൂക്ക് വെച്ച് ചെക്ക് വന്നാലും പ്രശ്നമില്ല. കിങ്ങിനെ E3 മൂവ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ആക്റ്റീവാക്കാൻ അവസരം കിട്ടും. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ കിങ്ങിനെ E2 മൂവ് ചെയ്യുന്നില്ല. പകരം E1 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് F6 മൂവ് ചെയ്യുന്നു. വൈറ്റ് H4 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റിൻ്റെ ബിഷപ്പിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. ബ്ലാക്ക് റൂക്കിനെ D3 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ സിമ്പിളായിട്ട് കിങ്ങിനെ E2 കൊണ്ടുവന്ന് ആ ബിഷപ്പിന് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ബിഷപ്പും നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനോ അതുമല്ലെങ്കിൽ ആ ബിഷപ്പിനെ E2 കൊണ്ടുവന്ന് ആ റൂക്കിനെ തിരിച്ചറ്റാക്ക് ചെയ്യാനോ അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ D1 കൊണ്ടുവരുന്നു. ഇതോടെ ഗെയിമിൽ വൈറ്റിനുണ്ടായിരുന്ന ഏകദേശം അഡ്വാൻറ്റേജ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഡിംഗ്ലറൻ ഇവിടെ വളരെ മികച്ചൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് F4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രാപ്പാണ്. വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ പോണിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ H3 കൊണ്ടുവന്ന് H4 പോണിനെ അറ്റാക്ക് ചെയ്യാം. വൈറ്റിന് എന്തായാലും ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ പറ്റില്ല. കാരണം ആ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് H5 മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ F3 മൂവ് കൊണ്ട് E2 സ്കോർ കൂടെ ബ്ലാക്കിന് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് ഈ D2 സ്കോർ കൺട്രോൾ ഉണ്ട്. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആണ്. ഈ വാല്യൂഷൻ ബാർ ഇപ്പോഴും തുല്യമായിട്ട് തന്നെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും ആർക്കും അങ്ങോട്ട് എഫക്റ്റ് ആവുന്നില്ലെന്നറിയാം. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക് മേറ്റ് ഒഴിവാക്കാനായിട്ട് വൈറ്റിനെ ഈ ബിഷപ്പിനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. ബിഷപ്പ് വെച്ച് പോണിടേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് തിരിച്ചോട്ടാം. ഇതോടെ F2 സ്കോറിലേക്ക് വീണ്ടും 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. എഞ്ചിൻ ഇപ്പോഴും ഇത് ഒരു തുല്യമായ പൊസിഷനാണെന്ന് പറയുമെങ്കിലും പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ഈസി അല്ല. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ എന്തായാലും ഗുഗേഷ് ആ ഡേഞ്ചറായിട്ടുള്ള പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് കിങ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ C2 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ D5 കൊണ്ടുവന്ന് B5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ B5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം റൂക്കിനെ H3 കൊണ്ടുവന്ന്
ഈ H4 പോണാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് വൈറ്റിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പകരം റൂക്കിനെ A6 കൊണ്ടുവരാം. ഇപ്പോൾ A7 പോണെതിരെയും അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ആണെന്ന് എഴുതി ബ്ലാക്ക് ഈ H4 പോണിനെ വിട്ടെടുക്കുന്നെങ്കിലാണ് ആ ട്രാപ്പ് സക്സസ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ വൈറ്റിനിപ്പോൾ A7 പോണിനെ വിട്ടെടുക്കേണ്ട ആവശ്യമില്ല. പകരം ബിഷപ്പ് വെച്ച് ഈ നൈറ്റിനെ വിട്ടെടുത്താൽ മതി. ആ ബിഷപ്പിനിപ്പോൾ H1 കൺട്രോൾ ഉള്ളതുകൊണ്ട് റൂക്ക് വെച്ച് ചെക്ക് വരാനും പറ്റില്ല. എന്നാൽ ബ്ലാക്കിനിപ്പോൾ കിങ് വെച്ച് ആ ബിഷപ്പിന് വിട്ടാനും പറ്റില്ല. അങ്ങനെ വിട്ടുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് റൂക്ക് നഷ്ടപ്പെടുകയും വൈറ്റ് ഈ ഗെയിം വിജയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാവും ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ H3 കൊണ്ടുവരുന്നതിന് പകരം D5 കൊണ്ടുവന്ന് B5 പോണിനെ അറ്റാക്ക് ചെയ്തത്. എന്നാൽ വൈറ്റ് ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം റൂക്കിനെ C3 തിരിച്ചുകൊണ്ടുവന്ന് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് F5 ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം റൂക്കിനെ B4 മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്കുള്ള പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ആ F2 പോണിനെ ടാർഗറ്റ് ചെയ്യാണ്. കിങ്ങിനെ F3 മൂവ് ചെയ്തുകൊണ്ട് F2 പോണിനെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D1 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഈ F2 കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ G2 മൂവ് ചെയ്യുന്നു. ഇപ്പോഴും ആ F2 പോണിനെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ട്. ഇവിടെ ഗുഗേഷ് അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം റൂക്കിനെ B3 കൊണ്ടുവരുന്നു. ഇതും ഒരു ട്രാപ്പാണ്. ഇപ്പോൾ ഒരു പോണിനെ കൂടെ നേടിയെടുക്കുന്നതിനായിട്ട് ബ്ലാക്ക് നൈറ്റ് വെച്ച് F2 പോണിനെ എടുക്കുകയാണെങ്കിൽ ബിഷപ്പിനെ F3 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കാം. കിങ് എങ്ങോട്ടേനെ മാറിയാലും ആ റൂക്കിനെ കൂടെ വെട്ടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ എടുക്കുന്നില്ല. പകരം തിരിച്ചൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ആദ്യം റൂക്കിനെ E5 മൂവ് ചെയ്യുന്നു. ഇനി ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്കാണ് വരാൻ പോകുന്നത്. അത് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് വൈറ്റ് F4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ഡിസ്കവേർഡ് അറ്റാക്കിനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ബ്ലാക്ക് റൂക്കിനെ E7 മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ E3 കൊണ്ടുവന്ന് ഈ ഡിസ്കവേർഡ് ചെക്കിനുള്ള സാധ്യത ഒഴിവാക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ H7 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് H5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ ബിഷപ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ E5 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് പോണിനൊട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് ബ്ലാക്കിൻ്റെ പോണിനെ എടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ G3 കൊണ്ടുവന്ന് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം E2 സ്കോറിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ F8 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് വന്നാലും വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അതിന് ബ്ലാക്ക് റൂക്കിനെ B7 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ A4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വൈറ്റിൻ്റെ പാസ്റ്റ് പോണിനെ ടാർഗറ്റ് ചെയ്യാണ്. കിങ്ങിനെ F3 കൊണ്ടുവരുന്നു. വൈറ്റ് F5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ F4 കൊണ്ടുവരുന്നു. വൈറ്റ് F6 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F4 കൊണ്ടുവന്ന് ആ പാസ്റ്റ് പോണിനെ വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C2 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ B4 പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ന് കരുതി ബ്ലാക്കിനിപ്പോൾ ആ പോണിനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ റൂക്ക് വെച്ച് പോണിനെ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് ഈ നൈറ്റിനോട് എടുക്കാം. ഇതോടെ ബ്ലാക്കിന് ഒരു പീസ് പൂർണ്ണമായും നഷ്ടപ്പെടും. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്ക് ഉണ്ടെങ്കിലും ബ്ലാക്കിനിപ്പോൾ ആ ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ആദ്യം റൂക്കിനെ മാറ്റിക്കൊണ്ട് ചെക്ക് വരും. ബ്ലാക്ക് ഇപ്പോൾ ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും വൈറ്റിന് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും റൂക്ക് വെച്ച് പോണിനെ എടുക്കുന്നില്ല. പകരം നൈറ്റിനെ D6 കൊണ്ടുവന്ന് ആ പോണിനെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നതോടൊപ്പം F7 സ്കോറും കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് വേഗം ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D8 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോഴും ഈ B5 പോണിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. റൂക്ക് വെച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ നൈറ്റ് നഷ്ടപ്പെടും. അല്ലാതെ നൈറ്റ് വെച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ F7 കൊണ്ടുവരുന്ന ഒരു കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ B3 കൊണ്ടുവന്ന് ആ സ്കോറിലേക്ക് കൺട്രോൾ കൊണ്ടുവന്ന ശേഷം ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ബ്ലാക്കിന് ഇപ്പോൾ എന്തായാലും നൈറ്റിനെ D6 തിരിച്ചുകൊണ്ടുവന്ന് ആ സ്കോർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബിഷപ്പിനെതിരെ ഡിസ്കവർ അറ്റാക്ക് വന്നതെങ്കിലും അത് വൈറ്റിന് യാതൊരു പ്രശ്നമില്ല. റൂക്ക് വെച്ച് നൈറ്റിനെ ഇവിടെ എടുക്കാം. ഇപ്പോൾ ബ്ലാക്ക് റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുത്താലും ആ പോണിനെ മുന്നോട്ടുണ്ടാവാം. ഇനി ബ്ലാക്കിന് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റൂക്കിനെ B8 കൊണ്ടുവന്നാലും ആദ്യം റൂക്കിനെ F6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ് വെച്ച് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്താൽ പോലും വൈറ്റിന് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. അതുകൊണ്ട് ഇപ്പോഴും ബ്ലാക്ക് നൈറ്റ് വെച്ച് പോണിനെ എടുക്കുന്നില്ല. പകരം കിങ്ങിനെ E5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം F6 പോണിനെ അറ്റാക്കും ചെയ്യുന്നു. വൈറ്റ് എന്തായാലും ആ F7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരികയാണ്.
ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോഴും ഈ നൈറ്റ് അറ്റാക്കിലായത് കാരണം ബ്ലാക്കിന് കിങ് വെച്ച് പോൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പോൺ മുന്നോട്ട് പോകുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F7ലേക്ക് കൊണ്ടുവന്ന് പോണിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കുമാണ്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ കൊണ്ട് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിലും ആ എക്സ്ചേഞ്ചിന് ശേഷം F6 പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വരും. അതിനുശേഷം എന്തായാലും വൈറ്റിനെ ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ B5 പോണും ഇപ്പോൾ സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ്. എങ്ങനെ നോക്കിയാലും ലാഭം കിട്ടിയതിൽ ഒരു പോൺ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് വൈറ്റ് ഇവിടെ ഈ B5 പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ് വെച്ച് F6 പോണിനെ എടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ D2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ B6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ C4ലേക്ക് കൊണ്ടുവന്ന് B5 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D6ലേക്ക് കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യുന്നു. റൂക്ക് ഇപ്പോൾ പിന്നിങ്ങിലായതാണ് റൂക്കിലെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് കിങ്ങിനെ മൂവ് ചെയ്യാണ്. കിങ്ങിനെ C3ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടുന്നു, ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുന്നു. ബ്ലാക്ക് നൈറ്റിനെ D6ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ B4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ വേഗം ഗെയിം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനായിട്ട് നൈറ്റ് വെച്ച് പോണെടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പോണ വെച്ച് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ് വെച്ച് ആ പോണെടുത്തോടെ ഗെയിം സമനില അവസാനിക്കുകയായിരുന്നു. ഇതും ഒരു സമനില ഗെയിമായിരുന്നെങ്കിലും വളരെ നല്ലൊരു ഫൈറ്റ് തന്നെയായിരുന്നു. മിഡിൽ ഗെയിം എത്തിയപ്പോഴേക്കും ഗുഗേഷ് വിജയിക്കുമെന്ന് തോന്നിയെങ്കിലും ഡിംഗ്ലറൻ വളരെ ശക്തമായ ഗെയിമിലേക്ക് തിരിച്ചു വന്ന് ഗെയിം സമനിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗീവയുടെ കാര്യം ഒന്നുകൂടെ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗീവയിൽ പങ്കെടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.